നിലമ്പൂരിൽ പ്രചാരണ ചൂടേറുകയാണ്. LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലെത്തും. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം NDA സ്ഥാനാർത്ഥി ഇന്നറിയാം. ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, ഇടത് വലത് ക്യാമ്പുകളിൽ വലിയ ആവേശമാണ്. ഇന്നലെ പ്രചാരണമൊക്കെ കൊഴുപ്പിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ LDF ക്യാമ്പിന്റെ ഒരു ആവേശം അത് വളരെയധികം കൂടും. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അത് ഇരട്ടിയാകിയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇന്നലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിയതോടുകൂടി LDF പ്രവർത്തകർ എല്ലാ തരത്തിലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ UDFന്റെ ക്യാമ്പും ആ ഒരു അവരുടെ പ്രചാരണം ഇന്നലെ പത്രിക സമർപ്പണ വേളയിൽ നമ്മൾ കണ്ടതാണ്. വലിയ റാലിയോട് അകമ്പടിയോടുകൂടിയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. LDFനെ സംബന്ധിച്ചോളം ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുക. മുഖ്യമന്ത്രി അതിന് മുമ്പ് തന്നെ ജില്ലയിൽ എത്തും. എന്തായാലും LDFന്റെയും UDFന്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളെത്തിയാണ്. ഇരു മുന്നണിയെ സംബന്ധിച്ചും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ വിജയം അത് വളരെ അനിവാര്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് അറിയാം. അത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് ഇരു മുന്നണികളും പറയുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കുറഞ്ഞ യാതൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത് മികച്ച വിജയം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രികയ്ക്ക് പിന്നാലെ പ്രധാനപ്പെട്ട മതസംഘടനാ നേതാക്കളെ അടക്കം കാണുന്ന തിരക്കിലായിരുന്നു. സമസ്തയുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. M സ്വരാജും ഇന്ന് സമാനമായ രീതിയിൽ പല സാമുദായിക നേതാക്കളെയും കാണുന്നുണ്ട്. അതോടൊപ്പം മണ്ഡലത്തിലെ പ്രമുഖരെ കാണുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് ഒരു പ്രചാരണ ചൂടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം അധിക ദിവസമില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച് വന്നതിന് ശേഷം ഒരു മാസം 1.5 മാസമൊക്കെ സ്വാഭാവികമായും കിട്ടാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് സമയം കുറവാണ്, കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും വളരെ ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും, തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും നിലമ്പൂരിൽ കാണാൻ കഴിയുക. അതോടൊപ്പം കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് എത്തിയിട്ടുള്ളത്. LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് LDF സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി അതൊരു രാഷ്ട്രീയ പോരാട്ടം, എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. CPM പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി എത്തുന്നതോടുകൂടി LDFന്റെ ക്യാമ്പും വലിയ ആവേശത്തിലാണ് എന്ന് നമ്മൾ കണ്ടതാണ്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ഒരുപക്ഷെ ഇന്ന് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. പ്രാദേശികമായ ചില നേതാക്കളുടെ പേരുവിവരങ്ങളാണ് BJPയുടെ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്നത്. BJPയെ സംബന്ധിച്ചോളം അവർക്ക് വലിയ അടിത്തറയില്ലാത്തതും അവർക്ക് വലിയ വോട്ട് വിഹിതമില്ലാത്തതുമായ ഒരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് തുല്യമാണ് എന്നും അത് മറ്റ് പലതരത്തിലുമുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്നും കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം PV അൻവറിൻ്റെതാണ്. അൻവർ ഇന്നലെ രാവിലെ പറഞ്ഞ നിലപാട് വൈകുന്നേരമാകുമ്പോൾ മാറുന്നുണ്ട്. ഇന്നും അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് അൻവർ ഏതു തരത്തിലായിരിക്കും അൻവറിൻ്റെ ഒരു പ്രഖ്യാപനം എന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. ഇന്നലെ രാവിലെ അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ താൻ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇല്ല, UDFലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന അൻവറിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അത് ഉച്ച കഴിയുമ്പോഴേക്കും പലരും അതിന് അൻവർ കാരണമായി പറഞ്ഞിരിക്കുന്നത് തനിക്ക് മത്സരത്തിലില്ലാത്തതിന് കാരണമായി പറഞ്ഞിരുന്നത് തനിക്ക് പണം തൻ്റെ കൈവശമില്ല എന്നുള്ളതാണ്. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അൻവർ പറയുന്നത് പണം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ തന്നെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ ഒരുപക്ഷെ അക്കാര്യത്തിലൊരു മാറി ചിന്തിച്ചേക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപക്ഷെ വീണ്ടും മത്സര രംഗത്തേക്ക് അൻവർ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അൻവർ ഇന്ന് വീണ്ടും അൻവറിൻ്റെ ഒരു വിശദീകരണവും അൻവറിൻ്റെ പുതിയ നിലപാടും നമുക്ക് അറിയാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ സസ്പെൻസുകൾ നിരവധി ഓരോ ദിവസവും നിറഞ്ഞു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂരിലെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുക. അത് സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെ സംബന്ധിച്ചും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചും അൻവറിൻ്റെ നിലപാടുകൾ സംബന്ധിച്ചും മത്സരിക്കുന്നില്ല എന്നുള്ള NDAയുടെ നിലപാട് സംബന്ധിച്ചും അങ്ങനെ നിരവധി രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം ഇട്ടുകൊണ്ടും തുടർന്നുകൊണ്ടുമാണ് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. അനന്യ.
ഇതാണ് നിലമ്പൂരിൽ നിന്നുള്ള വാർത്തകൾ. LDFന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ എത്തുന്നുണ്ട്. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. NDAയുടെ സ്ഥാനാർത്ഥി ആരെന്നും ഇന്ന് ഒരു തീരുമാനമുണ്ടാകും. ആസിഫ് മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.